ബി.ജെ.പി. നേതാവിന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘം ക്രമക്കേടിൽ പോലീസ് നടപടി. നിക്ഷേപകരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു തുടങ്ങി. കഴിഞ്ഞ 2 ദിവസത്തിൽ 10 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ബി.ജെ.പി. മുൻ വക്താവ് എം.എസ്. കുമാർ പ്രസിഡന്റായിരുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ ക്രമക്കേട് റിപ്പോർട്ടറാണ് പുറത്തുകൊണ്ടുവന്നത്. റിപ്പോർട്ടർ ഇമ്പാക്ട്. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. ഉമേഷ്, ഇപ്പോൾ ഈ ബി.ജെ.പി. നേതാവിന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ ക്രമക്കേടിലാണ് പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. നിക്ഷേപകരുടെ പരാതിയിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഉമേഷ്? ഒടുവിൽ കേരള പോലീസ് കേസ് എടുക്കാൻ തയ്യാറായിരിക്കുന്നു. മുൻ ബി.ജെ.പി. വക്താവായിരുന്ന എം.എസ്. കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘം 32 കോടി രൂപയുടെ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു. സഹകരണ വകുപ്പിൻ്റെ 65 എൻക്വയറി റിപ്പോർട്ടിലായിരുന്നു ഈ കണ്ടെത്തൽ. ഒടുവിൽ പോലീസ് ഇപ്പോൾ പരാതികൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. നിലവിൽ 80 പരാതികളാണ് ഫോർട്ട് പോലീസിൽ ലഭിച്ചിരിക്കുന്നത്. അതിൽ 10 പരാതികളിൽ FIR രജിസ്റ്റർ ചെയ്തു. 10 പരാതികൾക്ക് കൂടാതെ ഓരോ ദിവസവും 3 പേർ വെച്ചെത്താനാണ് ഇപ്പോൾ ഫോർട്ട് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം എല്ലാ പരാതിക്കാരും ഒന്നിച്ചെത്തിക്കഴിഞ്ഞാൽ മൊഴിയെടുത്ത് FIR രജിസ്റ്റർ ചെയ്യുക വലിയ ശ്രമകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും 3 പേർ വീതം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക, അതിനനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്ത് പോകാമെന്നുള്ള നിലപാടാണ് പോലീസിനുള്ളത്. അതേസമയം പോലീസിന് ഈ കേസ് അന്വേഷിക്കുക പ്രായോഗികമല്ല. കാരണം വലിയ എമൗണ്ടാണ്, 32 കോടി രൂപയുടെ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ FIR രജിസ്റ്റർ ചെയ്യുന്ന പ്രകാരം തുകയുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ക്രമക്കേട് അന്വേഷണം അത് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകാൻ സാധ്യത. എന്തായാലും കേസിൽ എം.എസ്. കുമാർ അടങ്ങുന്ന ഭരണസമിതി അംഗങ്ങൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എം.എസ്. കുമാറും മറ്റ് ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും കേസിൽ പ്രതിയാണ്. അതുകൂടാതെ കേസിൽ ഏറ്റവും സുപ്രധാനമായ നീക്കം അത് ഇനി സഹകരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ്. അതായത് നേരത്തെ തന്നെ 65 എൻക്വയറി റിപ്പോർട്ടിന്മേൽ തുടർ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. കാരണം നിരവധി പേർ തങ്ങളുടെ നിക്ഷേപങ്ങൾ തിരികെ ചോദിച്ച് ബാങ്കുകളിൽ ഇപ്പോൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ നിക്ഷേപങ്ങൾ തിരികെ കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇനി അടുത്ത നടപടി എന്ന നിലയിൽ 68 എൻക്വയറിയിലേക്ക് സഹകരണ വകുപ്പ് കടക്കാൻ പോവുകയാണ്. എന്തായാലും റിപ്പോർട്ടർ ഈ വാർത്ത കൊണ്ടുവന്നതിന് പിന്നാലെ വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പോലീസിൻ്റെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുമ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായിരുന്നില്ല, പരാതികൾ സ്വീകരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അതിൽ ഏറ്റവും അടിസ്ഥാനപരമായി FIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. എന്തായാലും ആ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ എം.എസ്. കുമാർ അടങ്ങുന്ന ഭരണസമിതി അംഗങ്ങളുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നു. എല്ലാ സഹകരണ ബാങ്കുകളും നേരിടുന്ന സാമ്പത്തിക ക്രൈസിസുകൾ മാത്രമേ ഇപ്പോഴും തിരുവിതാംകൂർ സഹകരണ സംഘത്തിനുള്ളൂ. എല്ലാ നിക്ഷേപകരുടെയും പണം തിരികെ നൽകുമെന്നാണ് എം.എസ്. കുമാർ അടങ്ങുന്ന ഭരണസമിതി അംഗങ്ങളുടെ ഇപ്പോഴത്തെ വാഗ്ദാനം. അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ 2 മാസം മുൻപ് ഈ പുതിയ ഭരണസമിതി അധികാരത്തിലേറേണ്ടതാണ്. പക്ഷേ തകർന്ന ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചിട്ട് ഒരാൾ പോലും നോമിനേഷൻ കൊടുക്കാതെ ഈ നിക്ഷേപകരെ ഉപേക്ഷിച്ച നിലയിലാണ് ഇപ്പോൾ ബാങ്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്കിലെ ഭരണസമിതി ഉള്ളത്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരു സമര പരിപാടികൾ ആരംഭിക്കാനും ആലോചിക്കുന്നുണ്ട്. തുളസി. തിരുവിതാംകൂർ സഹകരണ സംഘം ക്രമക്കേടിലാണ് പോലീസ് നടപടിയുണ്ടായിരിക്കുന്നത്. റിപ്പോർട്ടറാണ് വാർത്ത പുറത്തുകൊണ്ടുവന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.